मेरे प्यारे बच्चों सलाम ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ സെറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ആദ്യത്തെ പാഠഭാഗത്തിലെ ഒരു ചോദ്യമാണ് മാഷ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഏതാണ് എന്നുള്ളത് നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഏതാണത്? ഷാ അക്ബർ കോ കോൻ സിഖായേഗ, അക്ബർ ചക്രവർത്തിയെ ആര് പഠിപ്പിക്കും? അല്ലെ, ആരാണ് പഠിപ്പിക്കുന്നത്? അല്ലെ, ഇതൊരു ലോക് കഥയാണ്. ലോക് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടോടി കഥയാണ് അല്ലെ. അപ്പൊ ഈ നാടോടി കഥ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലെ. തലമുറകളായി കൈമാറ്റം ചെയ്തു വരുന്ന കഥകളെയാണ് നമ്മൾ ലോക് കഥ അഥവാ നാടോടി കഥ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഇതിൽ നിന്നും നമുക്ക് പ്രീവിയസ് ഇയർ ആയിട്ടൊക്കെ ചോദിച്ച മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, സർവോപരി ഒരു സംഭാഷണമാണ്. എന്താണത്? അക്ബർ ഓർ ബൂഢി മഹിള വാർത്താലാപ്. അക്ബറും ബൂഢി മഹിള, ആ വൃദ്ധയായ സ്ത്രീയും തമ്മിലുള്ള ഒരു സംഭാഷണം അല്ലെ. അപ്പൊ ഇത് നമുക്ക് പ്രീവിയസ് ഇയർ ആയിട്ടൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മാഷ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മക്കളും ശ്രദ്ധിച്ചോ. 4 മാർക്ക് നമുക്ക് ഒരു കോൺവെർസേഷൻ, ഈ വരുന്ന പരീക്ഷയിൽ ഒരു സംഭാഷണം എന്തായാലും, ഒരു വാർത്താ ലാബ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നോക്കാം. ബൂഢി മഹിള അല്ലെ, ബൂഢി മഹിള പറയാണ്, പ്രണാം ഷാ അല്ലെ. ആ ബൂഢി മഹിളയെ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അല്ലെ. ഒരുപാട് ആളുകളെ രാജാവിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്തു. അതിൽ പെട്ടതാണ് നമ്മുടെ ബൂഢി മഹിള അല്ലെ, ആ വൃദ്ധയായ മഹിള. അപ്പോൾ നമ്മൾ ഒരാളെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ, ഒരാളെ നമ്മൾ കാണുകയാണെങ്കിൽ ആദ്യം നമ്മൾ അഭിസംബോധന ചെയ്യും. ഇവിടെ പറഞ്ഞു പ്രണാം അല്ലെ, നമസ്കാരം ഷാ ചക്രവർത്തിയെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു. അപ്പൊ ആദ്യത്തെ നമുക്ക് സെറ്റാണ്. ഏതൊരു കോൺവെർസേഷൻ എഴുതുമ്പോഴും നമ്മൾ ആദ്യം അഭിസംബോധനം ചെയ്ത് വേണം തുടങ്ങാൻ. അത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അക്ബർ അതിന് മറുപടി പറയാം. അല്ലെ, പ്രണാം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചു പറയാം അല്ലെ. പ്രണാം എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ബീർബൽ കി ഗുരു ഹേ ക്യാ? താങ്കൾ ബീർബലിന്റെ ഗുരുവാണോ അല്ലെ? വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ചോദിക്കുക, താങ്കൾ ബീർബലിന്റെ ഗുരുവാണോ അല്ലെ എന്ന് ഇത്തരത്തിൽ വളരെ കൗതുകത്തോടു കൂടി നമ്മുടെ അക്ബർ ചക്രവർത്തി ചോദിക്കുകയാണ്. അപ്പൊ ബൂഢി മഹിളയ്ക്ക് ഇത്തരത്തിൽ മറുപടി പറയാം. അതെ, ഞാൻ ആരാണ്? ഞാൻ നമ്മുടെ ബീർബലിന്റെ ഗുരു തന്നെയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ബീർബൽ അബ് ബി മേരെ പാസ് ആക്കർ സീഖ്താ ഹേ. ബീർബൽ ഇപ്പോഴും എന്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സീഖ്താ ഹേ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വന്നിട്ട് പഠിക്കാറുണ്ട്. ഇപ്പോഴും ബീർബല് എന്തെങ്കിലും ഒക്കെ ആയിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പഠിക്കാറുണ്ട് എന്ന് ഈ ബൂഢി മഹിള മറുപടി പറയാ അല്ലെ. അപ്പൊ തീർച്ചയായും അക്ബർ ചക്രവർത്തിക്ക് എന്ത് ഒരു ലഡ്ഡു പൊട്ടിയിട്ടുണ്ടാവും. എങ്ങനത്തെ ലഡ്ഡുവാ പൊട്ടിയിട്ടുള്ളത്? ഇപ്പോഴും പഠിക്കേ അല്ലെ, പോത്തുപോലെ വളർന്നു എന്നൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അത്തരത്തിൽ പറയാം, ഇപ്പോഴും പഠിക്കേ എന്നുള്ള ആശ്ചര്യത്തോടു കൂടി എന്തായി പറയുന്നത് എന്നുള്ള രൂപത്തിൽ അക്ബർ ചക്രവർത്തി ചോദിച്ചതായിട്ട് നമുക്ക് പറയാം. അപ്പൊ ബൂഢി മഹിള മറുപടി പറയാണ്, ഷാ ചക്രവർത്തിയെ എന്താ പറഞ്ഞിട്ടുള്ളത്? കിസി കാ ഗ്യാൻ പൂർണ്ണ നഹി ഹോത്തെ ഹേ. ഒരാളുടെയും അറിവ് പൂർണ്ണമല്ല അല്ലെ. ഒരു ഡോക്ടർ ആണെങ്കിൽ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കണം. പുതുതായി വരുന്ന അസുഖങ്ങളെ കുറിച്ചൊക്കെ അവർ വീണ്ടും അനലൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കണം. അതിന് വേണ്ട മരുന്നുകളൊക്കെ അവർ സെറ്റ് ആക്കിയിട്ട് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പൊ ഏതൊരാളാണെങ്കിലും, ഇപ്പൊ അധ്യാപകരാണെങ്കിൽ പോലും, നിങ്ങൾക്ക് ഇനി അടുത്ത വർഷം പുതിയ ടെക്സ്റ്റ് ബുക്ക് വരും അല്ലെ. അപ്പൊ അതിനൊക്കെ കൂടുതൽ പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഏതൊരു സംഭവത്തിന്റെയും അറിവ് എന്തല്ല, പൂർണ്ണമല്ല. എപ്പോഴും അറിവ് എന്ത് ചെയ്യും? അറിവ് ഇങ്ങനെ നമ്മൾ നേടിക്കൊണ്ടേയിരിക്കണം എന്ന് ബൂഢി മഹിള പറയാണ് ചക്രവർത്തിയോട്. അപ്പൊ അക്ബർ പറയാണ്, മേം സബ് ഗ്യാൻ പ്രാപ്ത് കർണ ചാഹ്താ. ഞാൻ എല്ലാ അറിവും പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു. ചാഹ്താദ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിരുന്നു. മനസ്സിലാക്കി വെച്ചോ. പർ ബീർബൽ ഇത്തിനി സാരി ലാഗോം കോ യഹാം ലായ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകളെ, ഇത്തിനി സാരി, ഇത്രയും ആളെ ഇവിടെ ആര് കൊണ്ടുവന്നിട്ടുള്ളത്? ബീർബൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ആര് പറയാണ്? ബൂഢി മഹിളയോട് നമ്മുടെ അക്ബർ ചക്രവർത്തി പറയുകയാണ്. ഓക്കെ, ഇതുവരെ റെഡിയാണോ? അപ്പൊ ബൂഢി മഹിള പറയാണ്, ഹർ ഏക് മേ കുച്ച് ന കുച്ച് ഹോണർ ഹോത്താ ഹേ. ഓരോരുത്തരിലും എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടാകും അല്ലെ. ഓരോരുത്തരിലും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാകും അല്ലെ. അപ്പൊ എനിക്കുള്ള കഴിവ് നിങ്ങളിൽ വേറെ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവ് നിങ്ങൾക്ക് കാണും. അതിൽ ചെറിയവരോ വലിയവരോ എന്നില്ലാതെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകൾ, വ്യത്യസ്തമായ മേഖലകളിലൂടെ മുന്നോട്ട് ചലിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത്.
അതാണ് ഇവിടെ പറഞ്ഞത്. ഓരോരുത്തരിലും വ്യത്യസ്തമായ കഴിവുകൾ ഉണ്ട് എന്ന് എന്ത് ചെയ്യാണ് ഇവിടെ പറയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് ഓരോരുത്തർക്കും ഉണ്ടാകും. അപ്പൊ അക്ബർ അപ്പൊ അക്ബർ ഇത്രയും ആളുകളിൽ നിന്നും അക്ബർ ചക്രവർത്തി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അക്ബർ ചക്രവർത്തി ഇത്തരത്തിൽ മറുപടി പറയുന്നതായി നമുക്ക് എഴുതാം. അബ് മുജെ സമജ് മേ ആയ, ഇപ്പോൾ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ഓരോരുത്തരിലും ഓരോ കഴിവുണ്ട് എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബീർബൽ ഇത്രയും ആളുകളെ ഇവിടെ നിരത്തിയിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി. ബൂഡി മഹിള പറയാ സബ് കുച്ച് സീഖ്നേക്കെ പെഹലെ, എന്താ പറഞ്ഞത്, എല്ലാം പഠിക്കുന്നതിന് പെഹലെ മുമ്പായിട്ട് നമ്മൾ എന്ത് പഠിക്കണം? നമ്മൾ ഇൻസാൻ ബന്നാ സീഖ്നാ ഹേ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻസാൻ ബന്നാ സീഖ്നാ ഹേ, ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. അല്ലേ? ഏറ്റവും വളരെ ശരിയായിട്ടുള്ള കാര്യമല്ലേ? എന്ത് നമ്മൾ പഠിക്കുന്നതിന് മുമ്പും എല്ലാം പഠിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടോ അതിനൊക്കെ മുമ്പായിട്ട് അടിസ്ഥാനം എന്ന് പറയട്ടെ നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടിയിട്ട് നാം ഓരോരുത്തരും പഠിക്കണം. ഇത് ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ കോൺവെർസേഷൻ എഴുതുമ്പോൾ മാത്രം എഴുതിയാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ പകർത്തുക കൂടി വേണം. സെറ്റല്ലേ? അപ്പൊ നമുക്ക് അവസാനം അക്ബർ ചക്രവർത്തി ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ആ ടീ കഹ, താങ്കൾ പറഞ്ഞത് ശരിയാണ് അല്ലെ? ബൂഡി മഹിളയോട് പറയാ, ഒരു ചെറു പുഞ്ചിരിയോട് കൂടി പറയാ, നമ്മുടെ മനസ്സിൽ ആ ദൃശ്യം ഇങ്ങനെ കാണണം. എന്താണ്? ആ ടീ കഹ, താങ്കൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധന്യവാദ് ജി എന്ന് പറയുന്നു. ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് ഒരു കോൺവെർസേഷൻ നമുക്ക് പൂർത്തീകരിച്ചൂടെ? അപ്പൊ അക്ബർ ചക്രവർത്തിയും ബൂഡി മഹിളയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഈ വരുന്ന പരീക്ഷയിൽ നമ്മളോട് ചോദിച്ചാൽ എൻ്റെ മക്കൾ വളരെ ലളിതമായി സുഖസുന്ദരമായി എഴുതൂലേ? ഈ ഒരു കോൺവെർസേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതേ മാഷിന് പറയാനുള്ളൂ. സെറ്റല്ലേ? അപ്പൊ ബൂഡി മഹിള ഓർ അക്ബർ ചക്രവർത്തി എന്നുള്ള സംഭാഷണം നമ്മുടെ ചോദ്യ പേപ്പറിൽ എവിടെ കണ്ടു കഴിഞ്ഞാലും എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ എഴുതണം. നിങ്ങൾ എഴുതുമെന്ന് സാറിന് അറിയാം. നിങ്ങൾ സെറ്റായിട്ട് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് മാഷിന് പറയാനുള്ളത്. അപ്പൊ ഇന്നു മുതൽ നമ്മുടെ ലൈവുകളൊക്കെ കണ്ടിന്യൂസ് വരാനുണ്ട്. അപ്പൊ എല്ലാ മക്കളും നമ്മുടെ ലൈവുകളിലൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കുക. അപ്പൊ സാറേ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ നമ്മുടെ ഈ വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യുക. നല്ല സെറ്റായിട്ട് എൻ്റെ പൊന്നുമക്കൾ പഠിക്കുക. അനുസാർ ഫിർ മിലേഗ അഗ്ലാ വീഡിയോ മേ. ബൈ ബൈ.